നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയുടെ ജനപ്രതിനിധികൾക്കും മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയവർക്കും സേക്രഡ് ഹാർട്ട് കോളേജ് ആദരമൊരുക്കി. ചാലക്കുടി പുഴയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണ സാധ്യതകൾ സംബന്ധിച്ച് നഗരസഭയുടെയും പുഴ സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ ചർച്ചായോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന പോലീസ് തലപ്പത്ത് അഴിച്ചുപണിയുമായി VD സതീശൻ സർക്കാർ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് വീണ്ടും ED സമൻസ്. വിമോചന സമരത്തിന്റെ ജ്വലിക്കുന്ന അങ്കമാലി വെടിവയ്പ്പിന് ജൂൺ 13 67 ആണ്ടുകൾ. ലോകസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിലിന്റെ സുപ്രധാന ശുപാർശകൾ. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നെന്ന ഹർജിയിൽ നിർണായക നടപടിയുമായി ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. ചാലക്കുടിയുടെ ജനപ്രതിനിധികൾക്കും മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയവർക്കും സേക്രഡ് ഹാർട്ട് കോളേജ് ആദരമൊരുക്കി. സനീഷ് കുമാർ ജോസഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ ഐറിൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി തുടർച്ചയായി 2 വട്ടം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട സനീഷ് കുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലി ഷിബു, വൈസ് ചെയർപേഴ്സൺ KV പോൾ, 3ാം തവണയും വാർഡ് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു ശശികുമാർ, ഫാഷൻ ഡിസൈനറും കോളേജിലെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസുമായ ഷൈന ജോർജ് എന്നിവരെ കോളേജ് ആദരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ A പ്രിൻസി ആൻഡോ, എംപവർ SH പ്രസിഡന്റ് സാജു പാത്താടൻ, യൂണിയൻ ചെയർപേഴ്സൺ സ്റ്റിയ ഡിസിൽവ, സ്റ്റാഫ് പ്രതിനിധി ഡോക്ടർ സന്തോഷ് പോൾ എന്നിവർ പ്രസംഗിച്ചു. ഇതോടൊപ്പം വിദ്യാർത്ഥിനികൾ ലോകകപ്പ് ഫുട്ബോളിന്റെ കളിയാരവും ഉയർത്തി ലോകകപ്പ് ഉദ്ഘാടന ഗാനാവിഷ്കാരത്തോടെ വേൾഡ് കപ്പിലേക്ക് എന്റെ ഗോൾ കൂടി എന്ന് പേരിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി. MLA സനീഷ് കുമാർ ഗോൾ അടിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൻ, എംപവർ SH പ്രതിനിധികൾ, കോളേജ് വെൽ വിഷേഴ്സ്, വിദ്യാർത്ഥിനികൾ എന്നിവർ പങ്കെടുത്തു. എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകൾ ആദ്യമായിട്ട് നേരുകയാണ്. സത്യത്തിൽ ഇവിടെ ആദരവ് കൊടുക്കേണ്ടത് ഒരു സിസ്റ്റമാണ്. കാരണം ഞാൻ ജനപ്രതിനിധിയായി ചാലക്കുടിയിൽ വന്ന കഴിഞ്ഞ 5 വർഷക്കാലവും വലിയ ഒരു പിന്തുണയാണ് സിസ്റ്ററുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ പഠിച്ചത് സെന്റ് തോമസ് കോളേജിലാണ്. എൻ്റെ അധ്യാപകൻ കൃഷ്ണകുമാർ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, സാധാരണ വിമൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് അടച്ചിട്ട കോളേജുകളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. കാരണം തൊട്ടടുത്താണ് സെന്റ് മേരീസ് കോളേജ്. അതിൻ്റെ ഉള്ളിലേക്ക് കോളേജിലേക്ക് ഒരു കാര്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കാണണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കാത്തു നിന്നാലാണ് ഗേറ്റ് തുറക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. പൊതുവായ കാര്യങ്ങളിലൊന്നും അങ്ങനെ നാടിന്റെ പൊതുകാര്യങ്ങളിലൊന്നും വളരെ സജീവമായി ഇടപെടുന്ന ആളുകളല്ല സാധാരണ ഈ കോൺവെന്റ് സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന പല വിദ്യാലയങ്ങളും പല കോളേജുകളും. പക്ഷെ തുറന്ന ഗേറ്റുമായി, തുറന്ന മനസ്സുമായി ചാലക്കുടിയുടെ പൊതുമണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങളിലും
പാഠ്യമേഖലകളാണെങ്കിലും പഠനേതര മേഖലകളാണെങ്കിലും പൊതുകാര്യങ്ങളിലാണെങ്കിലും ഒക്കെ Fire of Chalakudi, that's what Santosh Paulji was telling. ചാലക്കുടി പുഴയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണ സാധ്യതകൾ സംബന്ധിച്ച് നഗരസഭയുടെയും പുഴ സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ ചർച്ചായോഗം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷയായി. പുഴ സംരക്ഷണ സമിതി സെക്രട്ടറി SP രവി വിഷയാവതരണം നടത്തി. നഗരസഭ വൈസ് ചെയർമാൻ KV പോൾ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവ്, കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ്, ആനി പോൾ, സുരേഷ് മുട്ടത്തി, K മുരാരി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരും അതിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിച്ച ആളുകളാണ്. ചാലക്കുടിപ്പുഴയുടെ ജൈവവൈവിധ്യവും ചാലക്കുടിപ്പുഴയുടെ സംരക്ഷണവും ദുരന്ത നിവാരണവും ഒക്കെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. രാഷ്ട്രീയം എന്ന നിലയ്ക്കാണ് ഇന്ന് എല്ലാ പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചാലക്കുടി മുനിസിപ്പാലിറ്റി ഈ ഹാളിൽ വളരെ വിപുലമായ ഒരു ജല മാനേജ്മെന്റ് ചർച്ചാ സാധ്യതകളെ കുറിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ വരുന്ന മഴക്കാലം നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നുള്ള ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പല നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്ന ഭാഗമായിട്ടാണ് അവിടെ ഒരു ആശയങ്ങളെ കൊടുത്തിരുന്നു വന്നത്. അപ്പോൾ പഞ്ചായത്ത് ഉൾപ്പെടുന്ന എല്ലാ പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് പോകാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ പെയ്യുന്ന പെയ്ത്തുവെള്ളം പോലും നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കാലങ്ങൾക്ക് പോലും ഇല്ല. 2018 പ്രളയം ഏകദേശം നമുക്കറിയാം 3 പുഴകൾ. സംസ്ഥാന പോലീസ് തലപ്പത്ത് അഴിച്ചുപണിയുമായി VD സതീശൻ സർക്കാർ. ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി P. വിജയനെ നിയമിച്ചു. നിലവിൽ ഇന്റലിജൻസ് മേധാവിയായി പ്രവർത്തിക്കുകയായിരുന്നു. P. വിജയൻ ഒഴിയുന്ന ഇന്റലിജൻസ് മേധാവി സ്ഥാനത്തേക്ക് ദിനേന്ദ്ര കശ്യപിനെ നിയമിച്ചു. ADGP S. ശ്രീജിത്താണ് പുതിയ ജയിൽ മേധാവി. നിലവിൽ പോലീസ് ആസ്ഥാനത്തെ ADGP ആയിരുന്നു. നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി പ്രവർത്തിച്ചിരുന്ന H. വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് മേധാവിയായി നിയമിച്ചു. ജയിൽ മേധാവിയായിരുന്ന ബൽറാം കുമാർ ഉപാധ്യായയെ ബറ്റാലിയൻ ADGP-ആയി മാറ്റി നിയമിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസും നവകേരള രക്ഷാപ്രവർത്തനത്തിൽ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ളവർ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസും അന്വേഷിച്ച AP ഷൗക്കത്ത് അലിയെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാക്കി. കണ്ണൂർ റേഞ്ച് DIG GH യതീന്ദ്ര ചന്ദ്രയെ എറണാകുളം റേഞ്ച് DIG ആയി മാറ്റി നിയമിച്ചു. എറണാകുളം റേഞ്ച് DIG ആയിരുന്ന ഡോക്ടർ അരുൾ RB കൃഷ്ണയെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന K. കാർത്തിക്കിനെ തൃശൂർ റേഞ്ച് DIG ആയി സ്ഥലം മാറ്റി. തൃശൂർ റേഞ്ച് DIG ആയ T. നാരായണനെ കണ്ണൂർ റേഞ്ച് DIG ആയി മാറ്റി നിയമിച്ചു. ട്രാഫിക് റോഡ് സേഫ്റ്റി IG ആയിരുന്ന ഹർഷിത അട്ടല്ലൂരിയാണ് പോലീസ് ആസ്ഥാനത്തെ പുതിയ IG. പോലീസ് ആസ്ഥാനത്തെ IG ആയിരുന്ന R. നിശാന്തിനിയെ ഇന്റലിജൻസ് IG ആയി നിയമിച്ചു. ഇന്റലിജൻസ് IG സ്ഥാനത്ത് നിന്ന് S. ശ്യാം സുന്ദറിനെ ക്രൈംബ്രാഞ്ച് IG ആയി സ്ഥലം മാറ്റി. കോഴിക്കോട് സിറ്റി കമ്മീഷണറായ മെറിൻ ജോസഫിനെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി മാറ്റി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി
KI സാബു മാത്യുവിനെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായി നിയമിച്ചു. ഡോക്ടർ A നസീമാണ് പുതിയ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. TK വിഷ്ണു പ്രദീപ്. കൊല്ലം റൂറൽ SP ആയ TK വിഷ്ണു പ്രദീപാണ് പുതിയ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി. ഷാജി സുഗുണനെ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും BK പ്രശാന്തൻ കാണിയെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും നിയമിച്ചു. A അബ്ദുൾ റഷീദാണ് പാലക്കാട് ജില്ലയുടെ പുതിയ പോലീസ് മേധാവി. S ദേവമനോഹറിനെ വയനാട് ജില്ലാ പോലീസ് മേധാവിയായും ഉമേഷ് ഗോയലിനെ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും മുഹമ്മദ് നദീമുദ്ദീനെ റെയിൽവേ SP സ്ഥാനത്ത് നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായും മാറ്റി നിയമിച്ചു. P നിതിൻ രാജിനെ കണ്ണൂർ സിറ്റി കമ്മീഷണർ സ്ഥാനത്ത് നിന്നും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി മാറ്റി. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന BV വിജയഭരത് റെഡ്ഡിയാണ് പുതിയ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ. ഐക്യരാഷ്ട്രസഭയുടെ NGO ആയി പ്രവർത്തിക്കുന്ന ആഗോള സഭയുടെ ചാലക ശക്തിയായ CLCയുടെ മുൻ ദേശീയ ഭാരവാഹികളുടെ ഞങ്ങൾ സേവനം ചെയ്യും എന്ന സന്ദേശം മുൻനിർത്തിയുള്ള നേതൃസമ്മേളനം ജൂൺ 13 ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവീയം 2026 ഞങ്ങൾ സേവനം ചെയ്യും. ഐക്യരാഷ്ട്ര സംഘടനയിൽ NGOയിൽ അംഗത്വമുള്ള ഒരു പ്രസ്ഥാനമാണ് CLC. ആ CLCയുടെ 1980 മുതൽ സംസ്ഥാന ദേശീയ ഭാരവാഹികളായിട്ടുള്ളവരുടെ കൂട്ടായ്മ ഇവിടെ ഒത്തുചേരുകയാണ് ചാലക്കുടിയിൽ. കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭാരവാഹികളായിരുന്നവരുടെ ഒരു കൂട്ടായ്മ നടക്കുന്നത്. സർവീയം 2026 എന്ന പേരിലുള്ള നേതൃസമ്മേളനം രാവിലെ 10:30 ചാലക്കുടി ഫൊറോന പള്ളി ഓഡിറ്റോറിയത്തിൽ ഇരിങ്ങാലക്കുട രൂപത മെത്രാൻമാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ പുത്തം വീട്ടിൽ അധ്യക്ഷത വഹിക്കും. ചാലക്കുടി കൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ, CLC സംസ്ഥാന പ്രൊമോട്ടർ ഫാദർ പ്രജോ വാഴപ്പള്ളി, ഇരിങ്ങാലക്കുട രൂപത പ്രൊമോട്ടർ ഫാദർ ജോഷി കല്ലേലി, ദേശീയ ജനറൽ സെക്രട്ടറി ദിൽജോ തരകൻ, സംസ്ഥാന പ്രസിഡന്റ് സജു തോമസ്, സംസ്ഥാന സെക്രട്ടറി ഷോബി പോൾ എന്നിവർ ആശംസകൾ നേരും. വിവിധ സെഷനുകളിൽ മുൻ സംസ്ഥാന CLC പ്രൊമോട്ടർ ഫാദർ ജോസ് ഇടശ്ശേരി, മുൻ ദേശീയ ട്രഷറർ OD വർക്കി, പ്രൊഫസർ ജോസഫ് C മറ്റം, അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, അനിൽ PL, OS ടോമി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. സർവീയം 2026 കോർഡിനേറ്റർ വിൽസൺ കല്ലൻ, ജോസി കോണത്ത്, ജോജോ മനക്കിൽ, സീന ജോസഫ്, ഇഗ്നേഷ്യസ് തോമസ്, ബിജു ജോസി, ജോൺസൺ വാളൂർ, റീത്ത ദാസ്, ജയകുമാർ അലക്സ്, ഡാനി CK, ജെയിംസ് പഞ്ഞിക്കാരൻ, ലീന ബാബു എന്നിവർ സെഷനുകൾക്ക് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ വിൽസൺ കല്ലൻ, അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, OS ടോമി, ബാബു മേലേടത്ത് എന്നിവർ അറിയിച്ചു. നമ്മുടെ ഫൊറോണപ്പള്ളിയിലെ ഓഡിറ്റോറിയത്തിലാണ് സർവീയം കൂട്ടായ്മ. നമ്മുടെ ഇരിങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടനും കോട്ടപ്പുറം രൂപത ബിഷപ്പ് അംബ്രോസ് പുത്തമ്പീട്ടിലാണ് മുഖ്യ അതിഥികളായിട്ടുള്ളത്. അതിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ അതുപോലെ പ്രൊമോട്ടർമാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ സീനിയർ CLC എന്ത് ചെയ്യാൻ സാധിക്കും. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് വീണ്ടും ED സമൻസ്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വെള്ളിയാഴ്ച ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സമൻസ്. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നേരത്തെ സമൻസ് അയച്ചിരുന്നെങ്കിലും വീണ ഇന്ന് ഹാജരായില്ല. ഹാജരാകുന്നതിൽ EDയോട് സാവകാശം ചോദിച്ചിരുന്നു. ED ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകർ മുഖേന വെള്ളിയാഴ്ച ഹാജരാക്കാം എന്ന് വീണ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ED മറുപടി നൽകിയിട്ടില്ല. EDക്ക് മുമ്പിൽ ഹാജരാകുന്നതിന് 2 ആഴ്ചത്തെ സാവകാശമാണ് വീണ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ വീണയ്ക്ക് സമയം അനുവദിക്കാൻ തയ്യാറല്ലെന്ന് ED അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10:30 കൊച്ചിയിലെ ED ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് വീണ T ഉൾപ്പെടെ 9 പേർക്ക് നേരത്തെ ED സമൻസ് അയച്ചിരുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്ത അടക്കമുള്ളവരെ തിങ്കളാഴ്ചയാണ് ചോദ്യം ചെയ്യുന്നത്. വിമോചന സമരത്തിന്റെ ജ്വലിക്കുന്ന അങ്കമാലി വെടിവയ്പ്പിന് ജൂൺ 13 67 ആണ്ടുകൾ.
കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിന്റെ താളുകളിൽ ഒരിക്കലും മായാത്ത രക്തനക്ഷത്രമായി തിളങ്ങി നിൽക്കുന്ന അധ്യായമാണ് അങ്കമാലി വെടിവയ്പ്. സ്വതന്ത്ര ഭാരതത്തിൽ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ അരങ്ങേറിയ വിമോചന സമരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും എന്നാൽ വിപ്ലവാത്മകവുമായ സംഭവമായിരുന്നു അത്. 1959 ജൂൺ 13 അങ്കമാലിയിൽ ചിന്തിയ രക്തത്തിന് ജൂൺ 13 67 വർഷങ്ങൾ തികയുകയാണ്. കേരളത്തിന്റെ അധികാര സമവാക്യങ്ങളെയും സാമൂഹിക ഘടനയെയും മാറ്റിമറിച്ച ആ ജ്വലിക്കുന്ന ഓർമ്മകളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരമേറ്റപ്പോൾ അത് ചരിത്രത്തിന്റെ പുതിയൊരു തുടക്കമായിരുന്നു. എന്നാൽ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ ബില്ലും അതുവരെ സമൂഹത്തിൽ മേധാവിത്വം പുലർത്തിയിരുന്ന ജന്മിത്ത സമുദായ ശക്തികളെയും പ്രതിപക്ഷ പാർട്ടികളെയും ചൂടിപ്പിച്ചു. കോൺഗ്രസ്, PSP, കത്തോലിക്ക സഭ, NSS, മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടനകൾ ഒന്നിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ ആരംഭിച്ച വൻ പ്രക്ഷോഭമാണ് വിമോചന സമരം. ഈ വിമോചന സമരം എന്ന പേരിൽ സർക്കാരിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭം നാടുനീളെ പടർന്നു പിടിച്ചു. ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും രൗദ്രഭാവം ദൃശ്യമായത് അങ്കമാലിയിലാണ്. ജൂൺ 13 ആ കറുത്ത ദിനത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ 10,000-കണക്കിന് ജനങ്ങളാണ് അങ്കമാലി ടൗണിലേക്ക് ഇരച്ചെത്തിയത്. കത്തോലിക്ക സഭയുടെയും വിമോചന സമര സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന ആ മാർച്ച് ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നതായിരുന്നു. സമരക്കാരെ തടയാൻ പോലീസ് നിലയുറപ്പിച്ചു. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത ജനക്കൂട്ടത്തിന് നേരെ പോലീസ് ആദ്യം ലാത്തി ചാർജ് വീശി. എന്നിട്ടും ജനരോഷം അടങ്ങാതിരുന്നപ്പോൾ ക്രൂരമായ വെടിവയ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്കമാലി ജംഗ്ഷൻ ഒരു യുദ്ധക്കളമായി മാറി. തോക്കിൻകുഴലുകളിൽ നിന്ന് തുളച്ചു കയറിയ വെടിയുണ്ടകൾ 7 നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവനാണ് കവർന്നെടുത്തത്. അങ്കമാലി വെടിവയ്പിൽ രക്തസാക്ഷിത്വം വരിച്ചവരാണ് മടശ്ശേരി ദേവസി, കൊച്ചാപ്പള്ളി പാപ്പച്ചൻ, കൂട്ടാല വറീദ്, പുതുശ്ശേരി പൗലോ, മുക്കടപ്പള്ളൻ വറീദ്, കുര്യപ്പറമ്പൻ വറീദ്, കോലഞ്ചേരി പൗലോസ്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ വിപ്ലവ വീര്യത്തിന്റെ പുതിയൊരു രക്തസാക്ഷിത്വ ചരിത്രം എഴുതി ചേർക്കപ്പെടുകയായിരുന്നു അവിടെ. അങ്കമാലിയിലെ വെടിയൊച്ചകൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനെ മാത്രമല്ല ഡൽഹിയിലെ കേന്ദ്ര ഭരണകൂടത്തെ പോലും പിടിച്ചുകുലുക്കി. വെടിവയ്പ്പിനെ തുടർന്ന് വിമോചന സമരം കൂടുതൽ ശക്തമാവുകയായിരുന്നു. ഒടുവിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട EMS സർക്കാരിനെ 1959 ജൂലൈ 31 ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. അങ്കമാലി വെടിവയ്പിൽ മരിച്ച 7 പേരെയും ഒന്നിച്ചടക്കം ചെയ്തത് അങ്കമാലി സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിലാണ്. ഈ 7 കല്ലറകൾ കാണാൻ അക്കാലത്ത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു. വിമോചന സമരത്തിന്റെ ചരിത്രപരമായ സ്മാരകമായി ഈ കല്ലറകൾ ഇന്നും അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്കമാലി കല്ലറകൾ തുറന്നു നോക്കൂ. വിമോചന സമരകാലത്ത് കേരളക്കരയെ മുഴുവൻ ഇളക്കിമറിച്ച ഏറ്റവും വികാരനിർഭരമായ മുദ്രാവാക്യവും പാട്ടുമാണിത്. 67 വർഷങ്ങൾക്കിപ്പുറവും അങ്കമാലി വെടിവയ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജനാധിപത്യവും ജനകീയ പ്രക്ഷോഭങ്ങളും തമ്മിലുള്ള വടംവലിയുടെ ചരിത്ര സാക്ഷ്യമാണത്. അധികാരത്തിന്റെ ഗർവിനെ ജനശക്തി തെരുവിൽ നേരിട്ടതിന്റെ പ്രൗഢമായ ഓർമ്മ. ആ സമരഭൂമിയിൽ ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലല്ല, മറിച്ച് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മനസ്സിനെ പാകപ്പെടുത്തിയ എരിയുന്ന ചരിത്രത്തിന്റെ നേർക്കാഴ്ചയാണ്. ലോകത്താദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കാൻ സംസ്ഥാനത്തെ മുഴുവൻ സമുദായ സംഘടനകളും കോൺഗ്രസും കൈകോർത്ത് നടത്തിയ പ്രക്ഷോഭം ഒട്ടേറെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചു. ഒടുവിൽ ഭരണഘടനയുടെ ജനാധിപത്യ വിരുദ്ധ വകുപ്പുകൾ ഉപയോഗിച്ച് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടു. ലോകസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിലിന്റെ സുപ്രധാന ശുപാർശകൾ. നിലവിലെ വലിയ 170 ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിക്കണം. 59 മണ്ഡലങ്ങൾ 2ആയിട്ടും 111 മണ്ഡലങ്ങൾ 3ആയും വിഭജിക്കാനുമാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക ഉപദേശക കൗൺസിൽ അംഗങ്ങളായ ഷാമി രവിയും മുദിത് കപൂറും ചേർന്നാണ് ഈ നിർദ്ദേശം തയ്യാറാക്കിയിട്ടുള്ളത്. പുതിയ നിർദ്ദേശപ്രകാരം 543 മണ്ഡലങ്ങളുള്ളത് 824 മണ്ഡലങ്ങളായി വർദ്ധിക്കും. പുതിയ നിർദ്ദേശം നടപ്പിലായാൽ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലെ 20 നിന്ന് 30 ആകും. തമിഴ്നാട്ടിലെ
ആന്ധ്രാപ്രദേശിലെ മണ്ഡലങ്ങളുടെ എണ്ണം 59ആയും കർണാടകയിൽ 28 നിന്ന് 42ആയും തെലങ്കാനയിൽ 17 നിന്ന് 28ആയും ഉയരും. ആന്ധ്രാപ്രദേശിലെ സീറ്റുകൾ 25 നിന്ന് 38ആയും വർദ്ധിക്കും. ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങൾ 80 നിന്ന് 120 ആകും. മഹാരാഷ്ട്രയിൽ 48 നിന്ന് 72ആയും വർദ്ധിക്കുമെന്നും ശുപാർശ വ്യക്തമാക്കുന്നു. ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രം മണ്ഡല പുനർനിർണയം നടത്തിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ സീറ്റ് നഷ്ടം ഉണ്ടാകുമെന്ന ആശങ്കയുണ്ട്. ഇത് പരിഹരിക്കുക ലക്ഷ്യമിട്ടാണ് യൂണിഫോം പാറ്റേണിന് പകരം വലിയ മണ്ഡലങ്ങളെ വിഭജിക്കുക എന്ന പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നെന്ന ഹർജിയിൽ നിർണായക നടപടിയുമായി ഹൈക്കോടതി. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് നൽകാൻ നിർദ്ദേശം. ഇവ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറാനാണ് വിചാരണ കോടതിക്ക് ജസ്റ്റിസ് CS ഡയസ് നിർദ്ദേശം നൽകി. ആക്രമിക്കപ്പെട്ട നടിയുടെ ഹർജിയിലാണ് നടപടി. നടിയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചു. കേസിൽ 1 മാസത്തിനകം വിശദമായി മറുപടി സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. എൻക്വയറി റിപ്പോർട്ടും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. കേസിലെ മെമ്മറി കാർഡ് ഇപ്പോഴും വിചാരണ കോടതിയായ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കസ്റ്റഡിയിലാണ്. കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടു എന്നാണ് അതിജീവിതയുടെ പരാതി. ഇനിയെങ്കിലും മെമ്മറി കാർഡ് സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അതിനായി ഹൈക്കോടതിയുടെ കസ്റ്റഡിയിലേക്ക് മാറ്റണമെന്നും അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹർജിയിലെ ആവശ്യം പരിഗണിച്ച ഹൈക്കോടതി ഈ മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ അടിയന്തരമായി സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറാനാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിക്ക് നിർദ്ദേശം നൽകിയത്. ഇവ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്കും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നതിൽ അന്വേഷണം നടത്തിയ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജായിരുന്ന ഹണി M. വർഗീസിന്റെ റിപ്പോർട്ട് നീതിയുക്തമല്ലെന്നും പക്ഷപാതപരമാണെന്നും അത് റദ്ദാക്കണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു. പല സാക്ഷിമൊഴികളും തെറ്റായി വ്യാഖ്യാനിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കോടതി കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പലപ്പോഴായി തുറന്നിട്ടുണ്ടെന്നും അതിൽ അന്വേഷണം നടത്തിയിട്ടും ആർക്കെതിരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും അതിജീവിത ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണ റിപ്പോർട്ട് കോടതി നടപടികളിൽ അവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. അതിനാൽ കോടതിയുടെ റിപ്പോർട്ട് റദ്ദാക്കി പുതിയ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തണം. ഫോറൻസിക് വിദഗ്ധരെയും പുതിയ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്നും നടി ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സൈബർ വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഇല്ലാതെയാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മെമ്മറി കാർഡ് ഇട്ട് പരിശോധിച്ച ഫോൺ കാണാതെ പോയി എന്നാണ് എറണാകുളം കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥൻ മൊഴി നൽകിയതെന്ന് അതിജീവിത ആരോപിക്കുന്നു. ഇയാളുടെ ഫോൺ എവിടെ, എങ്ങനെ കാണാതെ പോയി എന്നതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. പ്രത്യേക കോടതിയിൽ ഉച്ചയ്ക്ക് 2 തവണ ഒരു ഉദ്യോഗസ്ഥൻ മെമ്മറി കാർഡ് ഫോണിലിട്ട് കണ്ടു. ആ ഫോൺ യാത്രയ്ക്കിടെ നഷ്ടമായി എന്നാണ് ആ ഉദ്യോഗസ്ഥൻ മൊഴി നൽകിയത്. ഈ മൊഴികളിൽ അവിശ്വാസവുമുണ്ട്. എന്തുകൊണ്ട് ഫോൺ നഷ്ടമായതിൽ ഇവർ പരാതി നൽകിയിട്ടില്ല എന്നത് അന്വേഷിച്ചില്ല എന്നും അതിജീവിത ആരോപിക്കുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ പിന്മാറി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 2 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരവുമായി മധ്യവയസ്കൻ പിടിയിലായി. കല്ലേറ്റുംകര വല്ലക്കുന്ന് പായമൽ വീട്ടിൽ 55 വയസ്സുള്ള ജോബിയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി 8 മണിയോടെ കല്ലേറ്റുംകരയിൽ വെച്ചാണ് പ്രതിയെ പോലീസ് സംഘം പിടികൂടുന്നത്. പ്രദേശത്ത് കുട്ടികൾക്കും മറ്റും വ്യാപകമായി ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത്. ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻസ്, കൂൾ ലിപ്പ്, മറ്റു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പില്ലാത്ത സിഗരറ്റ് പാക്കറ്റുകൾ എന്നിവ പിടിച്ചെടുത്തു. പ്രതിക്കെതിരെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ആളൂർ പോലീസ് സ്റ്റേഷൻ SI മനു P. ചെറിയൻ, CPOമാരായ വിശാഖ്, ആദർശ്, ആകാശ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊരട്ടി, കോനൂർ,
കവലയ്ക്കൽ കുര്യൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയുടെ ജനപ്രതിനിധികൾക്കും മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയവർക്കും സേക്രഡ് ഹാർട്ട് കോളേജ് ആദരമൊരുക്കി. ചാലക്കുടി പുഴയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണ സാധ്യതകൾ സംബന്ധിച്ച് നഗരസഭയുടെയും പുഴ സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ ചർച്ചായോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന പോലീസ് തലപ്പത്ത് അഴിച്ചുപണിയുമായി VD സതീശൻ സർക്കാർ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് വീണ്ടും ED സമൻസ്. വിമോചന സമരത്തിന്റെ ജ്വലിക്കുന്ന അങ്കമാലി വെടിവയ്പ്പിന് ജൂൺ 13 67 ആണ്ടുകൾ. ലോകസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിലിന്റെ സുപ്രധാന ശുപാർശകൾ. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നെന്ന ഹർജിയിൽ നിർണായക നടപടിയുമായി ഹൈക്കോടതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.